നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ബ്രേക്ക്ഔട്ട് എൻട്രി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അതൊരു കണ്ടിന്യൂഷൻ ട്രെൻഡ് വരുമ്പോഴത്തേക്കും വിത്തൗട്ട് സിഗ്നൽ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മേളിൽ വരുന്ന മാർക്കറ്റ് റേറ്റ് 50,314. ഇവിടെ ഒരു വൈറ്റ് കളറിലെ ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഒരു ഇന്നലെ ഇവിടെ ഒരു റെഡ് ഡൗൺ ആറ്, അതായത് നമുക്ക് സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ടാണ് സോഫ്റ്റ്വെയർ കാണിച്ചിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജും ഏറ്റവും മേഖല അത് ഡീറ്റെയിൽസ് എഴുതി കാണിക്കും. അപ്പം ഞാനൊരു എക്സാമ്പിൾ വീഡിയോ ഇടുന്നത് നിങ്ങൾക്കിത് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിപ്പം ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 13-ാം തീയതി, അതായത് 12-ാം തീയതിയിലുള്ള ട്രേഡിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ സെല്ല് വന്നിരിക്കുന്നത് 51,707 അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് എൻട്രി എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ 51,707 സെല്ല് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ എല്ലാം ഏതാണ് അതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം 12-ാം തീയതി നല്ലൊരു ഡൗൺഫോൾ ആയത് മാർക്കറ്റിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 51,707 നിൽക്കുന്ന മാർക്കറ്റിൽ 51,700 അറ്റ് ദ മണിയെ നമുക്ക് എടുക്കാം. ഇൻ ദ മണി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മേലിൽ 100-200 പോയിന്റ് കൂട്ടിയെടുക്കുക. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അതിൻ്റെ താഴെ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഓരോരുത്തരുടെ ക്യാപിറ്റൽ അനുസരിച്ച് എടുക്കാം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 12-ാം തീയതിയിലുള്ള ആ ട്രേഡ് ഇന്നും 13-ാം തീയതി കണ്ടിന്യൂ ചെയ്ത് വന്നു. അപ്പോൾ കണ്ടിന്യൂഷൻ ഒരു ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂഷൻ നടക്കുവാണ്. അപ്പം പിന്നെ സോഫ്റ്റ്വെയർ ഇവിടെ ഒരു സെൽ സിഗ്നൽ തരത്തില്ല, കാരണം ഓൾറെഡി ഇവിടെ സെൽ ആക്റ്റീവാണ്. അതിനുശേഷം ഒരു ബൈ നമുക്ക് കിട്ടിയിട്ടില്ല, ഡൗണിൽ തന്നെ മാർക്കറ്റ്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ നമ്മളിവിടെ ഒരു സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റ് എപ്പോൾ അതിൻ്റെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കുക. ഈ ബ്ലൂ സ്റ്റാറാണ് സപ്പോർട്ട് ചെയ്യുന്ന ലെവല്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് മാർക്കറ്റ് നമുക്ക് ഡയറക്റ്റ് തന്നെ പുട്ട് ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 51,018 അറൗണ്ട് ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ലെവൽ അനുസരിച്ചാണ് ഇൻ ദ മണിയോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണിയോ ഏത് വേണമെങ്കിലും എടുക്കാവേ. സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു ആരോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി ഇവിടെ ആക്റ്റീവാണ് സെല്ല്. അപ്പം നമ്മൾ ചെയ്യേണ്ട ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിളിൽ ഇവിടെ ഒരു സ്ട്രൈക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് 51,000. അവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറിയണ്ട. അപ്പോൾ ഈ ലെവൽ വെച്ച് ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ 207 റേഞ്ചിലാണ് നമുക്ക് ആ ബൈ വന്ന്. അവിടെ നോക്കിയാൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. ഇവിടെ 425 അറൗണ്ടോളം അവിടെ കയറിയ ശേഷമാണ് മാർക്കറ്റ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കേണ്ടത്. അതായത് നമ്മൾ എടുക്കുന്ന പ്രീമിയം ചാർട്ടിനകത്ത് ഇതുപോലെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യണം. അവിടെ നിന്ന് ഓൾറെഡി നമ്മളിവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് കയറിയ ശേഷം എഗെയിൻ സപ്പോർട്ടിന് എടുത്ത്. അപ്പം നമ്മൾ എഗെയിൻ ആ പ്രീമിയം ചാർട്ട് നോക്കിയാൽ മതി, ഇവിടെ റെസിസ്റ്റൻറ്റ് എടുത്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി ഇവിടെ ഇന്നും നമുക്ക് തന്നെ റീ എൻട്രി ചെയ്യാം. റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് ഡയറക്റ്റ് നമുക്ക് തന്നെ ബൈ ചെയ്തിടാം. അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക് ഔട്ട് എൻട്രി നമ്മൾ എടുക്കുക. അതൊരു എൻഡ് സിഗ്നൽ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് എൻട്രി ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഒരു 90% ആക്യുറസി ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യും. താങ്ക് യു.